എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡുകൾ. ഇത്തരത്തിൽ 2025 മെയ് മാസം മുതൽ പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടയ്ക്കുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക ആവശ്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ നികുതിദായകന് നൽകുന്ന ഈ പാൻ കാർഡ് നമ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. നികുതി വെട്ടിപ്പുകൾ തടയുവാനും കൂടിയാണ് പാൻ കാർഡ് അവതരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അനധികൃതമായിട്ടുള്ള പണമിടപാട്, കള്ളപ്പണമിടപാട് തുടങ്ങിയവയ്ക്ക് തടയുക എന്ന ലക്ഷ്യവും പാൻ കാർഡിന് പിന്നിലുണ്ട്. എന്നാൽ പാൻ കാർഡ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിർബന്ധമാക്കുന്നതെന്ന് പല ആളുകൾക്കും അറിയില്ല. യഥാർത്ഥത്തിൽ പാൻ കാർഡ് നിർബന്ധമായും വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് നമുക്ക് നോക്കാം. 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. ക്രെഡിറ്റ് കാർഡോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാട് നടത്തുമ്പോഴും പാൻ കാർഡ് വേണം. 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതാണ്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് വേണം. അതോടൊപ്പം തന്നെ 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്രകൾ നടത്തുമ്പോഴും പാൻ കാർഡ് വേണം. നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള പാൻ കാർഡുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഓരോ വ്യക്തിക്ക് നൽകുന്ന സാധാരണ പാൻ കാർഡ്. രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡാണ്. മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡാണ്. അതോടൊപ്പം തന്നെ വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട്. ഈ 4 തരത്തിലുള്ള പാൻ കാർഡുകളാണ് ഇന്ത്യയിലുള്ളത്. ഇനി പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ എന്ന് നിരവധി പേര് ചോദിക്കുന്നുണ്ട്. അതായത് ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് ആജീവനാന്തമാണ് നൽകുന്നത്. അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ കാർഡ് റദ്ദാകുക ആ പാൻ ഉടമയുടെ മരണത്തോടെ ആയിരിക്കും. അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ അയാൾക്ക് ആജീവനാന്തം ആ പാൻ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെ കുറിച്ചുള്ള വ്യാജ സന്ദേശങ്ങളൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദായ നികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷ വയ്ക്കുവാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ്. അതിനാൽ ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരെണ്ണം സറണ്ടർ ചെയ്യേണ്ടതാണ്. ഇനി പാൻ കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യാമെന്ന് നോക്കാം. ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക NSDL പോർട്ടലിൽ പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡേറ്റയിൽ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാവുന്നതാണ്. ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കണം. ശേഷം സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആദായ നികുതി വകുപ്പിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കുവാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിൻ്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ഒരു വ്യക്തിക്ക് കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി നിയമം 272D പ്രകാരം നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ വരെ പിഴ ചുമത്തുന്നതാണ്. മാത്രമല്ല നിലവിൽ ആദായ നികുതി വകുപ്പിൻ്റെ അപ്ഗ്രേഡ് പാൻ കാർഡും ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. QR കോഡ് പോലുള്ള മെച്ചപ്പെട്ട സുരക്ഷാ സവിശേഷതകളോടുകൂടിയാണ് പാൻ കാർഡ് 2.0 വരുന്നത്. പുതിയ കാർഡിലേക്ക് നിങ്ങൾക്ക് മാറുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുമുണ്ട്. അതായത് പുതിയ കാർഡുകളിൽ ഉടമയുടെ പേര്, ജനനത്തീയതി, പാൻ നമ്പർ തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്ത രീതിയിലാണുള്ളത്. ഇതാണ് QR കോഡ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വളരെ സങ്കീർണമാണ്. അംഗീകൃത സ്കാനിംഗ് സോഫ്റ്റ്വെയറിന് മാത്രമേ ഇതിൽ നിന്ന് വിവരങ്ങൾ എടുക്കുവാൻ കഴിയുകയുള്ളൂ. വേഗമേറിയതും കൃത്യവുമായ സ്ഥിരീകരണവും ഈ QR കോഡ് പ്രാപ്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ ഉടനെ തന്നെ സാധൂകരിക്കുവാനും സാധിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് തുറക്കൽ, വായ്പ, അതോടൊപ്പം തന്നെ നിക്ഷേപം തുടങ്ങിയ നടപടികൾ വളരെ വേഗത്തിലാക്കുവാനും സാധിക്കുന്നതാണ്. മാത്രമല്ല
പാൻ കാർഡ് 2.0 കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ഡാറ്റ ആദായനികുതി വകുപ്പിൻ്റെ പുതിയ രേഖകളായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പാൻ വിശദാംശങ്ങളിൽ വരുത്തുന്ന ഏതൊരു അപ്ഡേറ്റുകളും ഉടൻ തന്നെ ആദായനികുതി വകുപ്പിൻ്റെ ഡാറ്റാബേസിലും പ്രതിഫലിക്കുന്നതാണ്. QR കോഡിൽ ഉപയോഗിക്കുന്ന വിപുലമായിട്ടുള്ള എൻക്രിപ്ഷൻ പാൻ കാർഡ് തട്ടിപ്പുകൾ ഇല്ലാതാക്കുന്നതാണ്. ഐഡന്റിറ്റി മോഷണത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതാണ്. പാൻ 2.0 QR കോഡ് ഓൺലൈൻ വെരിഫിക്കേഷൻ എളുപ്പത്തിലാക്കുന്നതാണ്. ഇത് പേപ്പർലെസ് ആയിട്ടുള്ള നടപടികളെ കൂടുതൽ എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇടപാടുകൾ കൂടുതൽ ഡിജിറ്റലാക്കുവാനും സാധിക്കുന്നതാണ്. ഇന്ന് വായ്പയ്ക്കായി പലരും മാസങ്ങളോളം കാത്തിരിക്കുന്നത് പ്രധാന കാരണങ്ങളിലൊന്ന് ഡാറ്റ വെരിഫിക്കേഷനിലെ കാലതാമസമാണ്. അതോടൊപ്പം തന്നെ പുതിയ പാൻ കാർഡ് നിങ്ങളുടെ സാമ്പത്തിക രേഖയായി സംയോജിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. ഇത് വായ്പാ നടപടികളും വേഗത്തിലാക്കും. ഭാവിയിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡിജി ലോക്കർ, മറ്റ് സർക്കാർ ഐഡികൾ എന്നിവയുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. ഇത് വിവിധ സേവനങ്ങൾക്ക് ആവർത്തിച്ച് രേഖകൾ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നതാണ്. മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും ഒരിടത്ത് ട്രാക്ക് ചെയ്യുവാനും പാൻ കാർഡ് 2.0 നിങ്ങളെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ പഴയ പാൻ കാർഡ് പുതുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.